ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാർവതി ഏത് ആശുപത്രിയിലാ ജോലി ചെയ്യുന്നത്? അവളിതുവരെ ഒരാശുപത്രിയിലും ചേർന്നിട്ടില്ല. അവളിനി ജോലിക്ക് പോണോ വേണ്ടതൊക്കെ തീരുമാനിക്കുന്നതേ നിങ്ങളുടെ ഇഷ്ടവാ. അതില് ഞാനൊരു അഭിപ്രായം പറയില്ല. അത് നമുക്ക് ആലോചിക്കാം, അല്ലേ മുത്തശ്ശി? പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പോയി പിടിക്കട. ശത്രു, ശത്രു, നകുല, ശത്രുവിനെ പിടിച്ച് മാറ്റിയേ. അപ്പച്ചി, അയ്യോ, അപ്പച്ചി, അപ്പച്ചി, നിങ്ങൾ പേടിക്കണ്ട, കേറി വാ. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? പാവം പിള്ളേരെ പേടിപ്പിച്ചല്ലേ? അല്ലടാ ശത്രു. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ശുഭസ്യ ശീഘ്രനല്ലേ? ഇന്ദ്രജിത്തും പടനിലത്ത് പത്മനാഭന്റെ മകൾ ഡോക്ടർ പാർവതിയും തമ്മിലുള്ള വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ. പിന്നീട് ഈ നാട്ടു നടപ്പനുസരിച്ച് ഇവിടെ നിന്നുള്ള എല്ലാരും ഒന്ന് വീട്ടിലോട്ട് വരിക. രണ്ടു മഹാനദികൾ ചേർന്ന് സാഗരമാകുന്ന പോലെയാണ് ഈ വിവാഹം കഴിയുമ്പോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകുന്നത്. നമ്മൾ ബന്ധുക്കളായാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാനാകും. പത്മനാഭൻ സാറിന്റെ കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനാവുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് ഈശ്വരൻ നൽകിയ അനുഗ്രഹമാണ്. പത്മനാഭൻ സാറ് കരുനീലിക്കാവിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയല്ലേ? എല്ലാം കരുനീലിക്കാവിലമ്മയുടെ കാരുണ്യം. പിന്നെ ഈ സാറ് വിളിയൊന്ന് ഒഴിവാക്കണം. ഇനി നമ്മള് ബന്ധുക്കളല്ലേ. നിങ്ങൾക്കെന്നെ നാട്ടുകാരെ വിളിക്കുന്ന പോലെ പപ്പേട്ടനെന്നോ പാർവതിയുടെ അച്ഛനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. അല്ല, അതാണ് ഭംഗിയും. അച്ഛാന്ന് വിളിക്കാം. ആ, കൊള്ളാം. അത് തന്നെയാ വേണ്ടത്. മോന് നകുലന്റെ സ്ഥാനത്തേക്കല്ലേ വരുന്നത്. അപ്പോ അച്ഛന്ന് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. പെൺകുട്ടി പട്ടണത്തിലല്ലേ പഠിച്ചത്? അതെ. കല്യാണം കഴിഞ്ഞും പട്ടണത്തിൽ പോയി ജോലി ചെയ്യാൻ തന്നെയാണോ ഉദ്ദേശം? ഏയ്, ഒരിക്കലുമല്ല. അവൾ അവിടെ പഠിച്ചുന്നേ ഉള്ളൂ. ഇനി പട്ടണത്തിലേക്കില്ല. അല്ല, അവക്കും അതിൽ താല്പര്യമില്ല. വലിയ ഡോക്ടറൊക്കെ ആണെങ്കിലും അവക്ക് ഈ നാടും നാട്ടുമ്പുറൊക്കെ തന്നെയാ ഇഷ്ടം. അല്ല, അവളെ ഞാൻ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്. അതേതായാലും നന്നായി. പാർവതി ഏത് ആശുപത്രിയിലാ ജോലി ചെയ്യുന്നത്? അവളിതുവരെ ഒരാശുപത്രിയിലും ചേർന്നിട്ടില്ല. അവളിനി ജോലിക്ക് പോണോ വേണ്ടതൊക്കെ തീരുമാനിക്കുന്നതേ നിങ്ങളുടെ ഇഷ്ടവാ. അതില് ഞാനൊരു അഭിപ്രായം പറയില്ല. അത് നമുക്ക് ആലോചിക്കാം, അല്ലേ മുത്തശ്ശി?
പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആ ഒരു ശീലം ഈ കുടുംബത്തിനും ഇല്ല. എന്നാലും ആലോചിക്കാം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾ അങ്ങോട്ട് വരണം. എല്ലാരും വരണം, മുത്തശ്ശിയും വരണം. ഇനി ഞാൻ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉടനെ തന്നെ വരാം. വരുന്ന എന്നാന്ന് വെച്ചാ വിളിച്ചറിയിക്കാം. ഓ ശരി. എവിടെ? അവള് മുറിയിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാം. കുടിക്കാൻ മാത്രാക്കണ്ട, കഴിക്കാനും കൂടി എടുത്തോ. എനിക്കറിഞ്ഞൂടി നിന്റെ സ്വഭാവം. ഞങ്ങൾ എന്നാ പാറു ചേച്ചിനെ കണ്ടിട്ട് വരാവേ. വാ വാ വാ. എന്ത് നോക്കി നിക്ക? വാ. ചേച്ചി എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി എന്താ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ? പാറു ഇപ്പൊ വലിയ ഡോക്ടറല്ലേ, നേരിട്ട് കണ്ടൊന്ന് കൺസൾട്ട് ചെയ്യാന്ന് എഴുതി വന്നതാ അല്ലേ റാണി? അതെ അതെ. ആഹാ, ഞാനേ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റാ. കുഞ്ഞിക്കാണോ അസുഖം? ഒന്നുമില്ല എന്റെ പൊന്നു, ഞങ്ങളൊരു തമാശ പറഞ്ഞപ്പോ അതങ്ങ് സീരിയസ് ആക്കി എടുത്തോ. ഈ പാറു ചേച്ചി ശ്രദ്ധിച്ചോ, എന്തൊരു ഗൗരവമോ ഇത്. ഡോക്ടറൊക്കെ അയക്കോ, പക്ഷേ ഞങ്ങൾക്ക് ആ പഴയ ചുറുചുറുക്കുള്ള പാറു ചേച്ചിയെ മതിട്ടോ. നിങ്ങൾ എല്ലാവരെയും കണ്ട സന്തോഷമുണ്ടെങ്കിലും എന്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല. ഞാൻ പറയട്ടെ പാർച്ചേച്ചി എന്താ ആലോചിക്കുന്നേന്ന്? കല്യാണം, അതിനെ കുറിച്ചല്ലേ പാർച്ചേച്ചി ചിന്തിക്കുന്നേ? സത്യ, കുഞ്ഞി പറഞ്ഞത് സത്യ. അതിനിത്ര സീരിയസ് ആവാൻ എന്തിരിക്കുന്നു? ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാരും അതിന് ത്രില്ലില്ല. അതെ. അമ്മാവൻ എന്തായാലും ചേച്ചിയുടെ കല്യാണം കെങ്കേമമായി നടത്തും. ഗ്രാൻഡ് ആയിരിക്കും കല്യാണം. അതൊന്ന് കാണാൻ കാത്തിരിക്കുക ഞങ്ങള്. ഞങ്ങളെക്കാൾ കാത്തിരിക്കുന്ന വേറൊരാള് കൂടിയുണ്ട്. ഗിരിയേട്ടൻ. കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഗിരിയേട്ടൻ നോക്കിക്കോളും. പാറു ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗിരിയേട്ടനെ വിളിച്ച് എന്ത് വിഷമമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി. ദേ, നിങ്ങൾ രണ്ടാളും മനസ്സ് തുറന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമേ. ശരിയാ, പാറുവിനും ഗിരിയേട്ടനെ അറിയാം. ഗിരിയേട്ടനും പാറുവും ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ. നിങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാലോ. എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതെല്ലാം ഉറപ്പായിട്ടും കൂളാക്കും ഗിരിയേട്ടൻ.